ഹലോ എവരി വൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുടെ ഫസ്റ്റ് ടോപ്പിക് എടുക്കണം എന്ന്. പക്ഷേ അത് 6 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞത്. എങ്കിലും നമ്മളത് ഇന്ന് തന്നെ ആ വീഡിയോ ഇടുകയാണ്. കാരണം നമുക്കറിയാം +2 പബ്ലിക് എക്സാം വളരെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് തുടങ്ങിയാലോ? യെസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് പഠിക്കുന്നതിന് പുറമേ അത് പ്രൂവ് ചെയ്ത എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അത് 3 എണ്ണമാണ്. മെയിൻലി 3 എക്സ്പെരിമെൻറ്റ്സിലൂടെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രൂവ് ആയത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടുപിടിച്ചത് 3 എക്സ്പെരിമെൻറ്റ്സ് വഴിയാണ്. ഇത് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് നമ്മൾ 10th സ്റ്റാൻഡേർഡ് SSLC പഠിക്കുമ്പോൾ തന്നെ കണ്ടിട്ടുള്ളതായിരിക്കും. ഞാനും പഠിച്ചതാണ്. അതായത് എന്താ പറഞ്ഞാൽ, ഒരു സോളിനോയിഡിൻ്റെ ഉള്ളിൽ നമ്മളൊരു മാഗ്നറ്റ് കയറ്റി വെച്ചാൽ അവിടെ ഒരു കറണ്ട് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിച്ചു. നമുക്ക് ആ ഒരു എക്സ്പെരിമെൻ്റ് ഒന്ന് നോക്കാം. ഞാൻ ഇവിടെ നിൽക്കാം. ഓക്കെ, നോക്കൂ. ഞാൻ ഇവിടെ ഒരു സോളിനോയിഡ് എടുത്തു. ഓക്കെ, ആ സോളിനോയിഡിൽ ഞാൻ ഒരു മാഗ്നറ്റ്, ഇതാണ് ഒരു മാഗ്നറ്റ്, നോർത്ത് സൗത്ത് ഉള്ളൊരു മാഗ്നറ്റ് ഞാൻ വെച്ചു. ആ മാഗ്നറ്റ് വെച്ച സമയത്ത് ഞാൻ അത് വെറുതെ വയ്ക്കുകയല്ല, കുറച്ച് അതിനെ സ്റ്റേഷനറി ആക്കി വെക്കുകയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഇനി മൂവ് ചെയ്യാം. മാഗ്നറ്റ് ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്തു, പിന്നെ അതേപോലത്തെ ഞാൻ ഇങ്ങോട്ടും കൊണ്ടുപോകും. ഓക്കെ, നമുക്കറിയാം മാഗ്നറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ്, ആ മാഗ്നറ്റിന് മാഗ്നറ്റിക് ഫീൽഡ് അപ്രോക്സ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, അല്ലേ? അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ സോളിനോയിഡിൻ്റെ അവിടെ ഒരു സ്വിച്ചൊക്കെ കണക്ട് ചെയ്തിട്ട് ഞാനൊരു ബൾബ് വെച്ചു വിചാരിക്കും. ഓക്കെ, ഞാനൊരു ബൾബ് വെച്ചാൽ ആ ഒരു സമയത്ത് ഞാൻ ഈ മാഗ്നറ്റ് മൂവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? യെസ്, ആ ഒരു സമയത്ത് ഇവിടെ ഈ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ്, അതായത് നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയാണല്ലോ നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് കൊണ്ട് ഉദ്ദേശിക്കുക. യെസ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ചിലപ്പോൾ കുറച്ച് കയറുകയാണെങ്കിൽ 2 മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ കാണുള്ളൂ. കുറച്ചും കൂടി നമ്മൾ ഉള്ളിലേക്ക് വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ മൊത്തം മാഗ്നറ്റിക് ഫീൽഡ് കാണും, ലൈൻസ് കാണും. അപ്പോൾ ഇവിടെ സോളിനോയിഡിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് മാഗ്നറ്റ് കൊണ്ടുപോകുന്നു ഇറക്കുന്ന സമയത്ത് ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സിന് എന്ത് വരും? ഒരു വ്യത്യാസം വരും, ഒരു ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും. ആ ചേഞ്ച് മൂലം ഇവിടെ ഈ ഒരു ബൾബ് ഗ്ലോ ആവും. ഇതാണ് ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സെക്കൻഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 സോളിനോയിഡാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ഞാൻ ഇങ്ങനെയൊരു സോളിനോയിഡ് വെച്ചു. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ ഇങ്ങനെ. ഓക്കെ, ഞാനെന്താ ഇവിടെ ഒരു സെല്ല് കണക്ട് ചെയ്തു. പിന്നെ അപ്പുറത്ത് ഞാനൊരു ഗാൽവനോമീറ്ററും കണക്ട് ചെയ്തു. ഓക്കെ, ഇതാണ് ഡയഗ്രാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ സെല്ല് ഇവിടെയും കണക്ട് ചെയ്യാം, നോ പ്രോബ്ലം. ഇനി ഇവിടെ ഉണ്ടാവുന്ന പ്രതിഭാസം എന്ന് പറഞ്ഞാൽ, നമുക്ക് പറഞ്ഞു ഈ ഗാൽവനോമീറ്റർ എന്താണ്? യെസ്, അവിടെ കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് റീഡ് ചെയ്തു തരുന്നൊരു ഉപകരണമാണ്, അല്ലേ, ഗാൽവനോമീറ്റർ. ആ സമയത്ത് ഞാൻ ഈ ഒരു കോയിൽ, അതായത് ഈ ഒരു സിസ്റ്റം, ഈ ഒരു സോളിനോയിഡിനെ ഞാൻ ടു ആൻഡ് ഫ്രോ ഇതേപോലെ തന്നെ ഞാൻ മൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ മൂവ് ചെയ്യുന്ന സമയത്തും ഇവിടെ എന്തുണ്ടായി? യെസ്, ഗാൽവനോമീറ്ററിന് ഡിഫ്ലക്ഷൻ സംഭവിച്ചു. യെസ്, ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ സംഭവിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ എന്തുണ്ട്, കറണ്ട് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഇതാണ് രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ്. ഇത് അങ്ങനെ പരീക്ഷകളിൽ ചോദിച്ചു കണ്ടിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഇത് പാറ്റേൺ മാറുകയല്ലേ, അതുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ്. ഇതിൽ നിന്നും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രൂവ് ആകും. ഓക്കെ, ഇനി മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റ് എന്നുകൊണ്ട് ഇതേ ഒരു രീതിയിൽ തന്നെയാണ് മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റും. പക്ഷേ ഒരു ചെറിയൊരു വ്യത്യാസമെന്ന് മാത്രം. ഇവിടെ ഒരു ഞാൻ ഒരു കോയിൽ ഞാൻ വെച്ചു, അതിന് ഗാൽവനോമീറ്റർ തന്നെയാണ്. ഗാൽവനോമീറ്റർ വെച്ചു. പിന്നെ അതേപോലെ തന്നെ ഇവിടെയും വെച്ചു. ഓക്കെ, പക്ഷേ നമ്മൾ ബാറ്ററി ഇവിടെ ഒരു സെല്ല് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് പുറമെ ഞാൻ ഒരു നമ്മൾ ഫിസിക്സ് ലാബിൽ കീ എന്താണെന്ന് കണ്ടിട്ടുണ്ടാവും. കീ വെക്കുമ്പോൾ മാത്രമേ എന്താവുള്ളൂ, കറണ്ട് ഫ്ലോ ആവുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ കീ വെക്കുന്നതും കീ എടുക്കുന്നതും, ഓക്കെ, കീ വയ്ക്കുമ്പോഴും കീ എടുക്കുമ്പോഴും അവിടെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ കീ എടുക്കുകയും വയ്ക്കുകയും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ അവിടെ എന്താവും? ഗാൽവനോമീറ്ററിനെ ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രൂവിങ്ങിന്.